ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മാറ്റിയതാ പ്രോഗ്രാമിൻ്റെ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മോൾക്ക് വേറൊരു ഡ്രസ്സായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി 6:30 ഒക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല മഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സും തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവളെ നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറയാലോ, കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണെന്ന് അറിയാം. ആ ഒരു നേരത്തെ ഒരു മഞ്ഞും തണുപ്പും അതുപോലെ ഈ ഒരു ക്ലൈമറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചായയും നല്ല അടിപൊളി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ, കോഫി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഇവിടെയുള്ള ബിസ്ക്കറ്റ് ഞാനിത് ആദ്യമായിട്ടാട്ടോ കഴിക്കുന്ന, ഒരു കുറച്ച് കളറൊക്കെ ഉള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഇത് നമ്മൾ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോഗ്രാംസൊക്കെ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ഇത് ഒരു സംഗീത നൈറ്റ് പ്ലസ് ഒരു എൻഗേജ്മെൻറ്റും കൂടി ആയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് സ്റ്റേജ് വരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിനേക്കാളും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് മെഴുകുതിരി കത്തിച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് മെഴുകുതിരി കത്തിച്ചതല്ല, ഇത് വേറൊരു സെറ്റിങ്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേജിൻ്റെ ലുക്ക് വരുന്നത്. അങ്ങനെ ടൈം എനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കല്യാണ ചെക്കനും പെണ്ണും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എൻട്രി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഗ്രാൻഡ് എൻട്രി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അവർ എൻട്രി ചെയ്ത് അവിടെ പോയി. ഇനി അവിടെ നിന്ന് നമുക്കൊരു കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ റിംഗ് എക്സ്ചേഞ്ചും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും കൂടിയും റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ കേക്ക് കട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ പടക്കങ്ങളുടെ ഒരു പൂരായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇത് കൊമ്പുകൾ മാത്രം വെച്ച് നമ്മൾ ഫിംഗർ വെച്ചിട്ട് അതിലില വെക്കാൻ വേണ്ടിയിട്ട് അതൊരു വെറൈറ്റി ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും രാത്രിത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഹൈദരാബാദി ബിരിയാണി, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മീൻകറിയൊക്കെ ഉണ്ട്. ഞാൻ ഹൈദരാബാദി ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഹൈദരാബാദി ബിരിയാണി. മസ്റ്റായിട്ട് ഞാനതൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നല്ല കേക്കും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി അവർ കട്ട് ചെയ്ത കേക്കും ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ വെച്ച കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക.